ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. അതിന്റെ അടിസ്ഥാനത്തിലാകും ഭർത്താവ് സതീഷിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള അതുല്യയുടെ സഹോദരിയുടെ പരാതിയിൽ ഷാർജ പോലീസ് തീരുമാനമെടുക്കുക. അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ബന്ധുക്കൾ ആരംഭിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഈ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഭൗതികദേഹം എപ്പോഴേക്ക് നാട്ടിലെത്തിക്കും? തുടർ നടപടികൾ, നിയമപരമായ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോറൻസിക് റിപ്പോർട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നും ലഭിച്ചിരുന്നില്ല. ഇന്ന് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുമെന്നുള്ളതാണ് വിവരം. അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ വേഗത്തിലാക്കാൻ കഴിയും. മാത്രമല്ല, അതുല്യയുടെ മരണം സംശയമുണ്ട്, ഭർത്താവ് സതീഷിന് അതിൽ പങ്കുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സതീഷിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ആ പരാതി സ്വീകരിച്ച പോലീസ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നുള്ളതായിരുന്നു. ഇന്ന് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായും സതീഷിനെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. അതുമല്ല, ആത്മഹത്യയാണെന്ന് വരികയാണെങ്കിൽ ഇനി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മറ്റൊരു തടസ്സം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹത്തിന്റെ ഇപ്പോഴത്തെ ഉടമ, അതായത് ഭർത്താവ് സതീഷിന്റെ ഹസ്ബൻഡ് വിസയിലാണ് ഇവിടെ അതുല്യ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നടപടിക്രമങ്ങൾ. സുരേഷ് വെള്ളിമുറ്റമാണ് വിശദവിവരങ്ങൾ നൽകി.